ഈ മരുഭൂമിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നമ്മൾ പോകുന്നത് വക്ര മിനി സൂയിലേക്കാണ്. ഖത്തറിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണുന്നത്. നമ്മൾ ദോഹയിലായതുകൊണ്ട് തന്നെ ചുറ്റോട് ചുറ്റും കെട്ടിടങ്ങളും ലൈറ്റുകളും മാത്രമാണ് നമ്മൾ ഇതുവരെ ഖത്തറിൽ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് മരുഭൂമിയിലൂടെ ഇങ്ങനെ ഒരു യാത്ര. ഇങ്ങനെ കുറേ ദൂരം നമ്മൾ എത്തിയപ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ചെറിയ മതിലുകളും ഷീറ്റിട്ട കുറെ കെട്ടിടങ്ങളും കണ്ടത്. വക്ര മിനി സൂ ഇതാണോ എന്നൊന്ന് പകച്ചെങ്കിലും ഇത് തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ കാണിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുന്ന് കാണുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം ഞങ്ങളുടെ കുഞ്ഞപ്പനാണ്. കാരണം നാട്ടിലാണെങ്കിൽ ആട്ടുമാമനെയും പശുമാമനെയും ചെറു കിളികളെയും അണ്ണാരക്കണ്ണനെയും ഒക്കെ കാണേണ്ട പ്രായത്തില് അതൊന്നും ഇവനെ കാണാൻ പറ്റിയിട്ടില്ല. ഈ വക്ര സൂയില് കുറേയധികം ആടുകളും ചെറിയ ചെറിയ മൃഗങ്ങളും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ കുറെ ദൂരത്തെ യാത്രകൾക്ക് ശേഷം കുറേയധികം വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം കണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് വക്ര മിനി സൂ. അതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കുറേയധികം കുഞ്ഞു കുതിരകളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഈ കാണുന്ന ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചെത്തിക്കാനായിട്ട്. നമ്മൾ അങ്ങോട്ട് കയറിയപ്പോ തന്നെ ഇവരിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിലും വലിയ കുട്ടികളൊന്നും ഇല്ലേ കുതിരപ്പുറത്ത് കയറി ഒന്ന് റൗണ്ട് അടിക്കാനായിട്ട്? അങ്ങനെ നമ്മൾ വക്ര മിനി സൂവിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ചതുപ്പ് നിലവും പൊടിപടലവും ഈച്ച പറക്കുന്നതും ഒക്കെ കണ്ടാൽ ദേഹം ചൊറിഞ്ഞു വരുന്ന ഒരു സ്വഭാവം എന്റെ ഭർത്താവിനുണ്ടെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ സൂവിനുള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള ആദ്യത്തെ കാഴ്ചയാണ് ഈ ഒരു കുതിര. ആള് സ്വല്പം ശോഷിച്ച അവസ്ഥയിലാണ്. ആടുകളാണ് സാറേ ഇവിടെ മെയിൻ എന്നുള്ള അവസ്ഥയിലാണ് ആദ്യത്തെ കുറേ കൂടുകൾ ഉണ്ടായിരുന്നത്. പല പല കൂടുകളിലായിട്ട് ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ മുട്ടനാടുകളും കുഞ്ഞു കുഞ്ഞു ആടുകളും നമ്മുടെ നാട്ടിലത്തെ പുള്ളിയുള്ള ആടുകളും അതിനിടയിൽ ചെമ്മരി ആടുകളും ഒക്കെ ആയിട്ട് ഒരുപാട് തരത്തിലുള്ള ആടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുഞ്ഞിനെ ആടിനെയൊക്കെ കാണിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ റെസ്റ്റ് ചെയ്യുന്നതാണ് മ്ലാനുകൾ. കണ്ടാൽ നമ്മുടെ പശുക്കുട്ടിയെ പോലെ ഉണ്ടാകും. ഈ കാണുന്നവരാണ് ഓറിക്സ്. തൊട്ടടുത്ത കൂട്ടിൽ ഒരു 3-4 പേര് ഒരുമിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൊമ്പിന് ഭയങ്കര വലുപ്പമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ആനിമലിനെ അടുത്ത് കാണുന്നത്. തൊട്ടടുത്ത കൂട്ടിലും ഇതേപോലെ തന്നെ 3 ഒറിക്സുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്ന പോണി, കുഞ്ഞു കുതിരക്കുട്ടി. ആദ്യത്തെ കൂട്ടില് വെള്ള കുതിരക്കുട്ടി ആണെങ്കിൽ അടുത്ത കൂട്ടില് നല്ല കറുകറുത്തൊരു കുതിരക്കുട്ടിയായിരുന്നു. അടുത്ത് കാണുന്ന ഈ 3 കൂടുകളിലും എമു ആണുള്ളത്. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് ഇവര് വെറുതെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആളാണ് നമ്മുടെ സുന്ദരിയാട്. നല്ല മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് വെട്ടിയിട്ട് ഒരു അടിപൊളി ഇംഗ്ലീഷ് സുന്ദരി. നമ്മൾ ഈ നാടൻ കുഞ്ഞാടുകൾക്ക് കരിയില കൊടുക്കുന്നത് കണ്ട് ഓടിക്കയറി വന്നതാണ് ഈ ആംഗലേയ സുന്ദരി. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോർ. ആ കാണുന്ന റാക്കിലൂടെയാണ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം മയിലുകളാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ചുറ്റോട് ചുറ്റും നമ്മുടെ ഗപ്പി മീനുകളെ വളർത്തുന്നുണ്ട്. കൊതുകിനെ കൺട്രോൾ ചെയ്യാനായിരിക്കണം ഈ ഒരു സംഭവം ഇവിടെ ഉള്ളത്. നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത്. ഒരുപാട് പ്രാവുകളും താറാവും ഗിനിക്കോഴികളും പേറ്റ താറാവും ഒക്കെ ആയിട്ട് കുറേയധികം പക്ഷികളുണ്ട്. പക്ഷെ എൻട്രി ഇല്ല അവിടേക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും മയിലിന്റെ കൂട്ടിലേക്ക് നോക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രൗൺ കളറിലുള്ള മയിലിനെ കാണുന്നത്. കുറെ നേരമായിട്ട് അവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടിപ്പുറത്തെ കൂട്ടിലായിട്ട് 2 വെള്ള മയിലുകൾ ഉണ്ടായിരുന്നു. ഇത്രയും ഭംഗിയുള്ള വെള്ള മയിലിനെ ഇത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറെ അധികം കാര്യങ്ങൾ ഞാൻ ഇവിടെ ആദ്യമായി കണ്ടിട്ടുണ്ട്. തൊട്ടടുത്ത കൂടുകളിലായിട്ട് കുറച്ച് നമ്മുടെ സാധാരണ നാട്ടിലെ മയിലുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന ഭാഗത്തൂടെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഓലയൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് അത് കാണാൻ. ഓലയല്ല, പനയുടെ ഇല ആയിരിക്കണം. ഈ കാണുന്ന ബിൽഡിങ്ങില് എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറെ സെൽഫി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. സൈഡിലായിട്ടൊക്കെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നത് ആഫ്രിക്കൻ കുറ്റികളാണ്. നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രാവിൻ കൂടുകളുടെ അടുത്തുകൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ കുഞ്ഞിനെ കാണിക്കാനായിട്ട് വന്നിട്ടുള്ള മെയിൻ ഐറ്റം, നമ്മുടെ കോഴി. ഇവരെ കണ്ടപ്പോൾ ആദ്യം തോന്നിയത് ഇത്ര വൃത്തിയുള്ള കോഴികളോ എന്നാണ്. പിന്നെ നമ്മൾ കണ്ടത് ഈ വെറൈറ്റി പ്രാവുകളെയാണ്. നല്ല ചുരുണ്ട മുടിയുള്ള സുന്ദരിയെ പോലെ ചുരുണ്ട ചിറകുകളായിട്ടാണ് അവരുള്ളത്. താഴത്തെ കൂട്ടിലെ 2 പേരിൽ ഒരാൾ മുട്ടയിട്ട് അടയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്രാവിനെ കണ്ട് നിന്നപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും എൻട്രൻസിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ കുറെ നാടൻ ആടുകളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആടുകളെ നോക്കിയപ്പോഴാണ് അതിലൊരാൾ നമ്മളോട് കാര്യമായിട്ട് എന്തോ സംസാരിച്ച് നമ്മളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ പറഞ്ഞ ആള്. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചേരം കുശലൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. വീണ്ടും മരുഭൂമിയിലൂടെ നമ്മൾ ദോഹയിലേക്ക്. ഈ ഒരു സമയമായപ്പോഴത്തേക്കും എന്റെ ഹസ്ബൻഡിന്റെ മേലൊക്കെ ചുമന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുഞ്ഞിനെ ഇതൊക്കെ ആദ്യമായി കാണിച്ചു. അവൻ അതെല്ലാം കാണുകയും നോക്കുകയും ചെയ്തു എന്നുള്ളൊരു സമാധാനത്തിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും കുട്ടികളുമായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സൂ തന്നെയാണ് വക്ര മിനി സൂ. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്